ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൂർത്തി സാറ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അനാമികയോടും നവ്യയോടും രണ്ടുപേരോടും പറയുന്നുണ്ട്, കാണാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട. നല്ല തെളിവോടെ കാര്യങ്ങൾ എപ്പം ബോധ്യപ്പെടുന്നോ അപ്പം വേണ്ട തീരുമാനം ഞാൻ എടുക്കും എന്ന് പറയും കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം വരുവാണ്. അപ്പോൾ ആദർശിനെ കാണുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ദേവയാനിക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം ആദർശ് പറയാണ്, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുക. അപ്പം ആദർശിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോഴേ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ മുഖത്തെ കള്ളത്തരം കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും. അതുമാത്രമല്ല, നീ മലയ്ക്കും ആ മാല ഇട്ടേക്കുവാണ്, അപ്പം സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, അത് അമ്മ ഐസിയുലാണ്, കുറച്ച് ക്രിട്ടിക്കലാണ് അമ്മയുടെ കാര്യം. ഇന്നലെ കുടിച്ച പാലിൽ വിഷം കലർന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് അന്താളിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് അനാമിക ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ തലയിലോട്ട് വന്നാലോ എന്നോർത്ത് അനാമിക ഇപ്പോൾ പറയണം, ഇപ്പം എങ്ങനെയുണ്ട് മുത്തശ്ശ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ, നയന ഉണ്ടാക്കിയ പാല് കുടിച്ചിട്ടാണ് വലിയ ആശുപത്രിയിലായത് എന്നിങ്ങനെ പറയും കേട്ടോ. അതേ സമയത്ത് രേവതി അത് ഏറ്റുപിടിക്കുകയാണ്, അത് നേരാ, നയനയല്ലേ പാലുണ്ടാക്കിയത്, അത് ദേവയാനി ചേച്ചിക്ക് കൊടുക്കുകയും ചെയ്തു, അങ്ങനെ ആയിരിക്കും അങ്ങനെ ആശുപത്രിയിലായതെന്ന് പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മൂർത്തി സാർ പറയണം, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ആരും പരസ്പരം സംസാരിക്കണ്ട, ആരാ എന്താ സംഭവിച്ചേക്കുന്നതെന്നൊന്നും വ്യക്തമായ തെളിവില്ലാതെ ആരും ഇതിനെപ്പറ്റി കൂടുതൽ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി അത് പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യേനെ സംശയമൊന്നുമില്ല, അവളിവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്, ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോവുക കേട്ടോ. അത് കഴിഞ്ഞ് ആദർശങ്ങൾ പോയി കഴിയുമ്പോഴേക്കും രേവതി പെട്ടെന്ന് മൂർത്തി സാറിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയാണ്, അതെ സാറേ, ഇത് ഇങ്ങനെയുള്ളൊരു വീട്ടിൽ ഭക്ഷണം പോലും ശരിക്കും കഴിക്കുമ്പം ആൾക്കാർക്കുള്ളിൽ വിഷം ചെല്ലുന്നൊരു വീട്ടിൽ എനിക്കെൻ്റെ മോളെ നിർത്താൻ ഭയങ്കര ഭയമാകുന്നു എന്നിങ്ങനെ പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മൂർത്തി സാർ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. മൂർത്തി സാർ പറയുന്നുണ്ട്, അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ അങ്ങനെ ഭയപ്പെട്ടൊരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല, അനിയുടെ സമ്മതം മേടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. രേവതി പറയാണ്, അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് അനാമിക കയറി പറയാണ്, അതല്ല മുത്തശ്ശ, അമ്മയ്ക്ക് എൻ്റെ കാര്യം ഓർത്ത് ടെൻഷനായതുകൊണ്ട് പറഞ്ഞതാ, വേറെ ഒന്നും ഓർക്കല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും മൂർത്തി പറയാണ്, ഞാൻ പറഞ്ഞതിലും മാറ്റമൊന്നുമില്ല, അതിപ്പോൾ പിന്നെ ആണെങ്കിലും ആരും ഇവിടെ ഭയപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, ആകെ സമ്മതം മേടിക്കാനുള്ളത് അനിയോടാണ്, അത് മേടിച്ചിട്ട് വേണമെങ്കിൽ അനാമികയെ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നവ്യ അവിടെ നിന്ന് ചെറുതായിട്ട് കളിയാക്കി ചിരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അനാമിക ആ കലിയും കൂടെ കാരണം നേരെ കയറി മുറിയിലോട്ട് ചെല്ലുവാണ്. ആ സമയത്ത് അനിയെ കാണുമ്പോൾ പറയുവാണ്, ഓ നീ അറിഞ്ഞില്ലേ, നിൻ്റെ വല്യമ്മയ്ക്ക് പാലിൽ വിഷം കലർക്കി കൊടുത്തത് നിൻ്റെ നയനേടത്തി ഉണ്ടാക്കിയ പാലിൽ നിന്നാണ്, നിനക്കതിനെപ്പറ്റിയൊന്നും പറയാനില്ലായിരിക്കും എന്നിങ്ങനെ പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അനി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അനി പറയുവാണ്, നീ വരുന്നതിന് മുമ്പ് ഈ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ നീയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പച്ചിയുടെ മകനും കാരണമാണ്, പക്ഷേ അത് ഇത്ര രൂക്ഷമൊന്നും അല്ലായിരുന്നു. അതുമാത്രമല്ല, ഇത്രയും നാളും ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും നയനേടത്തിയാണ്, അപ്പോൾ ഇത്രയും നാളുണ്ടായ പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിപ്പോൾ സംശയിക്കേണ്ടത് നയനേടത്തിനല്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അനാമിക പറയുന്നുണ്ട്, അതല്ലേലും നീ അങ്ങനെയല്ലേ പറയുള്ളൂ, നിൻ്റെ കാമുകിയുടെ ചേച്ചിയാണല്ലോ, അപ്പോൾ പിന്നെ നിനക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിരിക്കുമല്ലോ താല്പര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്നുണ്ട്, അത് ശരിയാണ്, നന്ദുവിൻ്റെ ചേച്ചി ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഇത്രയും നാളത്തെ അവരുടെ പെരുമാറ്റവും രീതികളും കൊണ്ട് അവർക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി, അങ്ങനെ ബഹുമാനിക്കേണ്ട ആളാണെന്നും തോന്നിയത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടങ്ങ് പോവാട്ടോ. ഇതൊന്നും കേൾക്കുമ്പോൾ അനാമികയ്ക്ക് തീരെ പിടിക്കുന്നില്ല. പിന്നെ കനക നവ്യനെ വിളിക്കുവാണ് കേട്ടോ. ഒന്നും അറിയാതെ വെറുതെ ഇന്നലെ അഭിയും കൂട്ടി വീട്ടിൽ വന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമായി, രണ്ട് മരുമക്കളും വീട്ടിൽ വന്നതിൻ്റെ സന്തോഷം കാരണം അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ഉറങ്ങി എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും നവ്യയ്ക്ക് മിണ്ടാൻ വലിയ മൂഡൊന്നുമില്ല കേട്ടോ. നയനയുടെ കാര്യവും വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അറിയിക്കാണ്ട് ഒരു കണക്കിന് നവ്യ ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും മുറിയിലോട്ട് അഭി അങ്ങ് വരുവാണ്. അഭി എന്നിട്ട് പറയുകയാണ്, എനിക്ക് നിൻ്റെ അനിയത്തിൻ്റെ നല്ല സംശയമുണ്ട്, നീ കുടിക്കേണ്ടിയിരുന്ന പാലല്ലേ അത്, അങ്ങനെ നിൻ്റെ കുഞ്ഞ് പോയിരുന്നെങ്കിലോ, നമ്മുടെ കുഞ്ഞ് പോയിരുന്നു നമ്മൾ എന്ത് ചെയ്തേനെ, അവളൊരു ഫ്രോഡാ എന്നൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, എനിക്ക് പണ്ടങ്ങനെ പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അവളെൻ്റെ ജീവിതത്തെക്കാളും നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം നശിപ്പിക്കുമെന്നൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നേ, പക്ഷെ അങ്ങനെയൊന്നും അല്ല നയന, അതെനിക്ക് 100% ഉറപ്പാണ് എന്ന് നവ്യ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക കേട്ടോ. അബി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് അബിയും കട്ടയ്ക്ക് പിടിക്കുവാണ് കേട്ടോ. അബി അവിടെ നിന്ന് അങ്ങ് പോവാണ്.
അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജലജ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പരാതിയായിട്ടില്ലോ, ദേ ഒരുത്തവൻ ഇപ്പം എപ്പോഴും ഭാര്യയുടെ പുറകെ നടപ്പാ. അപ്പോഴേക്കും മൂർത്തി സാറ് ചോദിക്കുന്നുണ്ട്, ഏതവൻ? അല്ല എൻ്റെ മോനും മരുമോളും അല്ലാതെ ആരെന്ന് പറയുമ്പോഴേക്കും അബി താഴോട്ട് ഇറങ്ങി വരുക കേട്ടോ, തൊട്ട് പറയുന്ന അബി. അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അബിയോടും നവ്യയോടും ചോദിക്കും, അമ്മായിയമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുവാണ്, അത് കാര്യമില്ല എന്നല്ല മുത്തശ്ശ, കാര്യമുണ്ട്, പക്ഷേ അത് മനഃപൂർവ്വം ചെയ്തതല്ല. അവനെ ഇത്രയും നാൾ എന്നെ സ്നേഹിക്കാണ്ട് പെട്ടെന്ന് സ്നേഹിച്ചപ്പം ഞാനത് ഇടയ്ക്ക് മറന്നുപോയി, അതെൻ്റെ തെറ്റാ, ക്ഷമിക്കണം എന്ന് പറയും കേട്ടോ. അതേ സമയത്ത് അബി പറയുന്നുണ്ട്, മാലയിട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അവളെ കുറച്ചുകൂടെ മനസ്സിലാക്കി സ്നേഹിച്ചും തുടങ്ങിയത്, എന്ന് വെച്ച് ഞങ്ങൾ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അപ്പം ഇവർ പോയി കഴിയുമ്പോഴേക്കും ജലജ പറയുവാണ്, പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം കണക്കായി വീട്ടിലുള്ളത്, ആദർശും അവൻ്റെ ഭാര്യയും കാണിക്കുന്നുണ്ടില്ലേ, അതുപോലെ തന്നെയാണെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അവർ രണ്ടും വേറെ മാറിയല്ലേ കിടക്കുന്നേ, ഇനി നീ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞ് അടുത്ത സംസാരത്തിന് വഴിയൊരുക്കണ്ട എന്ന് പറയുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നവ്യ നയനെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. നയനെ കാണാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും പറയുവാണ്, എല്ലാവരും നിന്നെ സംശയിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്കതിൽ ഒരു ഇതുമില്ല ചേച്ചി, അമ്മ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുവാണ്. അതേപോലെ നവ്യ പറയാണ്, എനിക്ക് സത്യത്തിൽ സംശയം അബീനെ അവൻ്റെ അമ്മേനെയാണ്. ഇത്രയും നാളില്ലാത്തൊരു സ്നേഹമായിരുന്നു ഇന്നലെ ഒരു ദിവസം, ആ പാല് സത്യത്തിൽ കുടിക്കേണ്ടത് ഞാനല്ലായിരുന്നോ, അപ്പോൾ ഞാൻ കുടിച്ച് എൻ്റെ കുഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്, അത് അമ്മായി എടുത്ത് കുടിച്ചു. പിന്നെ സംശയിക്കാൻ പറ്റുന്നത് അനാമികേനെ അവളുടെ അമ്മേനെയാണ്. ഞാനൊന്ന് പായസത്തിൻ്റെ പാത്രം മാറ്റി വെച്ചുകൊണ്ടാണല്ലോ അവർക്ക് അത് കുടിച്ച് വയറിന് പ്രശ്നമായത്, അതിൻ്റെ ദേഷ്യവും കാണാതിരിക്കുകയല്ല എന്നിങ്ങനെ പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എങ്കിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ പറയാണ്, ആ കുടുംബത്തിലുള്ളവർ അതല്ല അതിനപ്പുറവും ചെയ്യും, അതുകൊണ്ട് അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും പറയുന്നുണ്ട്, എന്തായാലും ഇതിന് പിന്നിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാതിരുന്നാൽ ശരിയാവുകയില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതേ സമയത്ത് ആദർശും ജയനും കൂടെ ഡോക്ടറെ കയറി കാണുവാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ദേവയാനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റും, വിഷം ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ചെറുതായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ പറയുവാണ് കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്നൊന്നും പുറത്താരും അറിയില്ല, പിന്നെ ദേവയാനി സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലാന്ന് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജയനും ആദർശമൊക്കെ നന്ദി പറയുവാണ്. മുത്തശ്ശൻ്റെ അവസ്ഥയിൽ ദേവയാനിക്ക് കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലെ താളം ഫുള്ള് തെറ്റും എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ആദർശം ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവുമല്ലോ ഡോക്ടർ, എത്രയും പെട്ടെന്ന് ICUവിൽ നിന്ന് മാറ്റാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണം, അങ്ങനെ നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റില്ല, വലിയ കുഴപ്പങ്ങളില്ലാതെ ഇത്രയും വിഷം ഉള്ളിൽ ചെന്നിട്ട് നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കേട്ട് വിഷമിച്ചിരിക്കുന്ന ജയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്